ഹായ് ഫ്രണ്ട്സ്, ലാസ്റ്റ് ടെക് വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ബബിൾ മേക്കറാണ്. ഇത് ഇതുപോലൊരു കമ്പി എടുത്ത് അതിന് അറ്റത്തൊരു റിംഗ് ഉണ്ടാക്കി ഈ ലിക്വിഡിൽ മുക്കുന്നു. ഇതുപോലെ ഊതി നമ്മൾ ബബിൾസ് ഉണ്ടാക്കുന്നുണ്ട്. ഇതേ മെത്തേഡിൽ വർക്ക് ചെയ്യുന്ന ഒരു ബബിൾ മേക്കർ, 2 മോട്ടറും ഒരു ഫാനും വെച്ചുകൊണ്ട് നമുക്ക് ഇതേ മെത്തേഡിൽ തന്നെ വർക്ക് ചെയ്യുന്ന ഒരു ബബിൾ മേക്കർ ഉണ്ടാക്കാം. അപ്പോൾ അത് എങ്ങനെ ഉണ്ടാക്കണേ നമുക്ക് നോക്കാം. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം വേണ്ടത് ഇതുപോലത്തെ ഒരു പല കഷ്ണമാണ്. നമ്മളിവിടെ ഒരു പ്ലൈവുഡിൻ്റെ പീസാണ് എടുത്തിരിക്കുന്നത്. 12 ഇഞ്ചിൻ്റെ ഒരു പീസാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ആദ്യം വേണ്ടത് ഇതുപോലത്തെ ഒരു 12 വോൾട്ടിൻ്റെ DC മോട്ടറാണ്. ഇത് 10 RPM മോട്ടറാണ്. 1 മിനിറ്റിൽ 10 തവണ മാത്രം കറങ്ങുന്ന മോട്ടർ. ഇത് ഏകദേശം ഈ ഒരു ഭാഗത്ത് നമുക്ക് ഫിറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു സ്റ്റാൻഡ് പോലെ ഒരു സപ്പോർട്ട് കൂടി മരത്തിൻ്റെ റീപ്പർ ഫ്രെയിം കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. സ്റ്റാൻഡ് മോട്ടർ ഉറപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ഈ ഒരു പീസ് നമുക്കൊന്ന് ഒട്ടിച്ചിട്ട് നമുക്ക് മോട്ടർ വയ്ക്കാനുള്ള സ്റ്റാൻഡ് ഉണ്ടാക്കിയെടുക്കാം. നമ്മളിത് ഈ ഫ്രെയിം ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഈ മോട്ടർ ഇതിങ്ങനെ കടത്തി വയ്ക്കാം. കടത്തി വെച്ച് ഇത് ടൈറ്റായിട്ടിരിക്കാൻ വേണ്ടി ഇവിടെ ഒരു സ്ക്രൂ കൊടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ ഇതൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഈ പീസ് ഇത് ഒട്ടിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അടുത്തത് ഈ 2 സൈഡിലും ഓരോ ഹോൾ വീതം കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇതങ്ങനെ കടത്തി വയ്ക്കാനുള്ളതാണ്. അതെന്തിനാണെന്ന് വെച്ചാൽ നമ്മളൊരു കമ്പി എടുത്തിട്ട് ഇതുപോലെ വേറെ കമ്പി, കനം കൂടിയ കമ്പിമേ ഒന്ന് ചിറ്റി എടുത്തിട്ടുണ്ട്. 2-3 കമ്പി റോള് ഒരു കണ്ണി പോലെ ചിറ്റി എടുത്തിട്ടുണ്ട്. ഒരു ചെറിയൊരു സ്പ്രിങ് പോലെയാണ് ഇവിടെ. അപ്പോൾ ആ ഒരു കണ്ണി ഉള്ള ഭാഗം ഇതിങ്ങനെ ഉള്ളിലേക്ക് കൊണ്ടുവന്നിട്ട് ഇതിങ്ങനെ ഇട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് കടത്തി വെച്ച് ഇങ്ങനെ ഒരു വർക്കിംഗ് മൂവ്മെൻറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത്. ഈ മോട്ടറിൻ്റെ ഈ ഷാഫ്റ്റിൽ പിടിപ്പിക്കാനായിട്ട് ഇതുപോലെ ഒരു കമ്പിയുടെ കഷ്ണം എടുത്ത് അതിൻ്റെ തലപ്പ് ഇതേപോലെ വളച്ചെടുത്ത് ഇങ്ങനെ അതിലേക്ക് കടത്തി വെച്ച് ഇനി ഒന്നൊന്ന് ടൈറ്റ് ചെയ്ത് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇതിൽ അടിഭാഗത്തായിട്ട് 2 പീസ് മരക്കഷ്ണങ്ങൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇതുമ ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതേപോലെ തന്നെ ഇതുമലും 2 കഷ്ണങ്ങൾ വെച്ചിട്ടുണ്ട്. നമ്മൾ ഈ സ്റ്റാൻഡിന് പാസ് വെച്ച് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇനി ചെയ്യേണ്ടത് ഈ മോട്ടർ ഒന്ന് ഉറപ്പിച്ച് കൊടുക്കണം. അതിന് ഇത് തിരിയാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഈ സ്ക്രൂ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി വേണ്ടത് ഇതിനെ ഇവിടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇനി ഇതിലേക്ക് ഈ ലിക്വിഡ് വരാൻ വേണ്ടിയിട്ട് ഈ ലിക്വിഡിൻ്റെ ഒരു പാത്രം വെച്ച് കൊടുക്കാം. ഇനി അടുത്തത് ഈ റിങ്ങിന് നമ്മൾ ഈ ചുറ്റോറും കുറച്ച് നൂലുകൾ വട്ടം ചുറ്റി കൊടുത്തിട്ടുണ്ട്. ആ ലിക്വിഡ് ഇതിൽ പിടിച്ചിരിക്കാൻ വേണ്ടിയിട്ടുണ്ട്, കൂടുതൽ പിടിച്ചിരിക്കാൻ വേണ്ടിയിട്ട്. ഇനി ഈ റിങ്ങിൻ്റെ ഉള്ളിൽ കൂടെ നമുക്ക് എയർ പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫാൻ വേണം. ചെറിയ മോട്ടറുമ്പോൾ നമ്മൾ ഇതേപോലെ തന്നെ ഒരു സ്റ്റാൻഡുമേ ഒരു ഫാൻ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതും ഏകദേശം ഇതേ പൊസിഷനിൽ നമുക്ക് വെച്ച് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഈ 2 മോട്ടറിനെ നമുക്ക് ഈ സ്വിച്ചുകൾ വെച്ച് കൺട്രോൾ ചെയ്യാം. അപ്പോൾ ഈ മോട്ടറിൽ നിന്നുള്ള കണക്ഷൻ നമുക്ക് ഒന്ന് സോൾഡർ ചെയ്ത് കൊടുക്കാം. ഈ സ്വിച്ചുകളെല്ലാം സോൾഡർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് ഈ ബോർഡിൽ ഉറപ്പിക്കാം. അതുപോലെ തന്നെ ഈ ബാറ്ററി കേസും നമ്മളിതെല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. സ്വിച്ച് ബോർഡ് വെച്ചു, ബാറ്ററി സെറ്റ് ചെയ്തിട്ടുണ്ട്, എല്ലാ കാര്യങ്ങളും സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി ഇവിടെ ഈ റിങ് മുങ്ങാവുന്ന മുതൽ ഒരു പാത്രം വേണം. ഇതിലേക്ക് നമുക്ക് ബബിൾസ് വരാനുള്ള ലിക്വിഡ് ഒഴിച്ചു കൊടുക്കാം. നമ്മളിവിടെ മിക്സ് ആക്കി വെച്ചിരിക്കുന്നത് ഡിഷ് വാഷിൻ്റെ മിക്സാണ്. അത് നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടൊന്ന് വർക്കിംഗ് നോക്കാം.
ഈ ലിവർ ഇവിടെ ഒന്ന് തട്ടുമ്പോഴും ഈ ഭാഗം താഴെയും ഈ ഭാഗം ഒപ്പം പൊന്തുകയും ചെയ്യുന്നു. അപ്പോഴാണ് ഈ ഫാനിൻ്റെ അടുത്തേക്ക് ഈ റിങ് വരികയും അതിലൂടെ എയർ പാസ് ചെയ്തിട്ട് ബബിൾസ് വരുന്നത്. It's not a game, it's a rich thing. ഇത് സയൻസ് എക്സിബിഷന് വേണ്ടി കുട്ടികൾക്ക് ഉണ്ടാക്കി കൊണ്ടുവന്ന നല്ലൊരു വർക്കിംഗ് മോഡലാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത തവണ കാണാം.